അതായത് ഒരു ബിലോ ആവറേജ് ആണ് എന്ന് സിനിമയെ കുറിച്ച് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. സാറിന്റെ റിവ്യൂ ഞാൻ ചോദിച്ചോ? എനിക്ക് സൗകര്യമുള്ള ഞാൻ ചെയ്യും. പിന്നെ ഇവർ എന്നെ പരമാവധി ഈ സിനിമ അതിഗംഭീരമാണെന്ന് പറഞ്ഞ് പലപ്പോഴായിട്ട് കൺഫ്യൂഷൻ ആക്കി. നമുക്ക് രക്ഷപ്പെടണ്ടടാ. എങ്ങനെ രക്ഷപ്പെടാനാ? അപ്പൊ എനിക്ക് തന്നെ കൺഫ്യൂഷൻ തോന്നി, എന്റെ ജഡ്ജ്മെന്റ് വല്ലതും തെറ്റിയോ, ഇനി ഞാൻ കാണുന്നത് കാഴ്ച കറക്റ്റ് അല്ലേ? ഒരു എന്താ സാർ ഞാൻ ചെയ്തതിൽ പ്രശ്നോ? പക്ഷേ ഞാൻ വിചാരിച്ചു കാണും ഇവരോട് പറയുന്നതായിരിക്കും ശരി. ഇവർ അതിഗംഭീര സിനിമ എന്ന് ഇവർ തന്നെ വിശേഷിപ്പിച്ചുകൊണ്ട് ഈ സിനിമ നടക്കുകയും നീ വന്ന് വിളിച്ചു പോവുക കുഴപ്പമുണ്ടാക്കിയത്. അതുകൊണ്ട് ഇങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു. അത് പലയാവർത്തി എന്നോട് പറയുകയും ഞാൻ വരാൻ പോകുന്ന സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ് എന്നെ പുഴുത്തുന്ന സമയത്തും വെറുതെ വൃത്തികേട് പറയല്ലേ, തന്റെ അഭിനയം നന്നായി. പൊട്ടന്മാര് പൊട്ടന്ന ലോക പൊട്ടനാണ്, പൊട്ടന്ന ലോക പൊട്ടൻ. നായകനായ അഭിഷേകിനെ മാറ്റി എന്റെ പേര് അഖിൽമാരാർ ഇന്നെന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് അടിച്ചിറക്കി. സംഗതി നമ്മൾ ചെയ്യുന്നത് ചീപ്പാണെങ്കിലും അതിനൊരു സ്റ്റാൻഡേർഡ് വേണ്ടേ? ഇനി ബാബു ജോണിനോട് ഞാൻ നേരിട്ട് ചോദിക്കാമെന്ന് ചോദിക്കണം. ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ ഫോൺ കട്ട് ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ വഴി നിങ്ങളോട് പൊതുസമൂഹം കൂടി അറിയട്ടെ. എന്നാലും ഒരു പ്രശ്നത്തിന്റെ എല്ലാ വശങ്ങളും നമ്മൾ ആലോചിക്കണം. തന്നെ പോലെ എടുത്തിയാറുടെ സ്വഭാവക്കാരനല്ല ഞാൻ. നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് അഭിഷേക് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ നായക സ്ഥാനത്ത് വെച്ചിട്ട് നിങ്ങൾ മാറ്റിയത്? എനിക്ക് ചെറിയൊരു പരാതി ഉണ്ട്. സാർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. അഖിൽമാരാർക്കെതിരെ രാഷ്ട്രീയ വിരോധം ഉണ്ടെന്നുണ്ടെങ്കിൽ, അഖിൽമാരാർ കേസുകൾ പ്രതിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എന്നാലും പണത്തിന്റെ ഒക്കെ ത്രാസിലിട്ടാണല്ലോ നിങ്ങൾ എന്റെ സ്നേഹത്തിന് വില കൽപ്പിച്ചത്. ഐ ഫീൽ സോ സാഡ് യു നോ. എന്തിനാണ് നിങ്ങൾ അഭിഷേക് ശ്രീകുമാറിനെ ഒഴിവാക്കിയിട്ട് എന്റെ പേര് മാത്രം വെച്ചുകൊണ്ട് ഈ സിനിമയുടെ ആദ്യത്തെ പോസ്റ്റർ ആക്കിയത്? എന്താണ് ബുദ്ധി ഈ തല വെളി കാണിച്ച് അടക്കല്ല മണ്ടാരെ. അഭിഷേകിനെ ഒഴിവാക്കി ഫ്ലെക്സിൽ നിന്ന് പോലും ഒഴിവാക്കിക്കൊണ്ട് ഇരട്ടിയിൽ നിങ്ങൾ ഒരു ഫ്ലെക്സ് വെച്ചില്ലേ? എവിടെ പോണു? വെള്ളം കുടിക്കും. ഓഗസ്റ്റ് മാസത്തിലാണ് എനിക്കെതിരെ ദുരിതാശ്വാസ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരാമർശത്തിന്റെ പേരിൽ കേസെടുക്കുന്നത്. അതിലെന്താ പറഞ്ഞേക്കെന്ന് അറിയാവോ? പറഞ്ഞു കൊടുക്കണേ. ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ കാരണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതാണെന്ന് ഞാൻ മനസ്സിലാക്കാം. പക്ഷേ അതിന് ഇമാതിരി നെറുകേടല്ല പറയേണ്ടത്. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെന്ന് വാങ്ങണോ? ഞാൻ വരുമ്പോൾ നിങ്ങൾ പറഞ്ഞിരുന്നത് ഒപ്പം സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത ഫോർ മ്യൂസിക് ആയിരിക്കും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് ഈ സിനിമ പുറത്തിറങ്ങി കഴിഞ്ഞ സമയത്ത് ഈ സിനിമ നിങ്ങൾ എന്റെ തലയിൽ കൊണ്ടുവച്ച് കെട്ടുകയും ഈ സിനിമയെ കുറിച്ച് പല റിവ്യൂവേഴ്സും അതിഭീകരമാവുന്ന രീതി മോശമാവുന്ന അഭിപ്രായങ്ങൾ പറയുകയും എന്റെ ബന്ധുക്കളും എന്റെ സുഹൃത്തുക്കളും എല്ലാം തന്നെ എന്തിനാണ് ഈ സിനിമയിൽ പോയി തലവെച്ചതെന്ന് എന്നെ ആക്ഷേപിക്കുമ്പോഴും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല മനുഷ്യർക്ക്. നാട്ടുകാരെ മുഴുവൻ കളിയാക്കാം. ഞാൻ ഈ സമൂഹം മുഴുവൻ എന്നെ ഒന്നടങ്കം ആക്ഷേപിച്ച സമയത്ത് മിണ്ടാതെ കേട്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. വല്ല കാര്യമുണ്ടോ? ഒരാവശ്യമില്ല അതിനകത്ത് നിന്ന് കയറാൻ. നിനക്ക് മനസ്സിലാവില്ല.